പക്ഷെ ഇതിന്റെ അടിവെറ്റുകാർക്കാണ് ബ്രിട്ടീഷ് അല്ലേ. അതിനുശേഷമാണ് ചൈന 2 വലിയ യുദ്ധങ്ങൾ നേരിടേണ്ടി വന്നത്. ഹിസ്റ്ററി പഠിക്കുന്നവർക്കറിയാം. ഓപ്പിയം വാർസ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. വൻ വില ചൈന കൊടുക്കേണ്ടി വന്നു. പക്ഷെ ലോകത്ത് മയക്കുമരുന്നിനെതിരെ ശക്തമായ ഒരു രാജ്യം പ്രതികരിച്ചതും യുദ്ധം ചെയ്തതും ചൈനയിലാണ്. ആ ജൂൺ 26 അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഐക്യരാഷ്ട്രസഭ 1987 തീരുമാനമെടുത്തത്. വൺ ഡേ, അറ്റ്ലീസ്റ്റ് വൺ ഡേ, ലോകത്ത് എല്ലാവരും മയക്കുമരുന്നിനെതിരെ ഒരു ദിവസമെങ്കിലും ചിന്തിക്കണം. അതെ, കാസർഗോഡ് ഇച്ചിരി അധികം ചിന്തിക്കേണ്ടി വരും. ഞാൻ ഉള്ളത് പച്ചയായിട്ടാണ് പറയാം. ഈ കഴിഞ്ഞ ദിവസം 2 ദിവസമേ ആകുന്നുള്ളൂ, ഇവിടുന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ബലിയെടുക്ക എക്സൈസുകാര് 1.25 കിലോഗ്രാം കഞ്ചാവും എടുത്ത് ഒരു ആഷിഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ പിടികൂടിയത്. ജസ്റ്റ് ഇവിടെ തൊട്ടടുത്താണ്. ഇന്നലെ രാത്രിയായപ്പോൾ ഒരാൾ എന്നെ വിളിക്കുന്നു, സാർ എനിക്കൊന്ന് കാണാൻ, സാർ എവിടെ താമസിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്നിടത്ത് വരണ്ട, എനിക്ക് ഓഫീസുണ്ട്, കാണുമെങ്കിൽ അവിടെ വന്നോളൂ. അല്ല സാർ, എൻ്റെ ഒരു അടുത്ത ബന്ധുവിന്റെ ഒരു ബന്ധുവാണ് ഈ പയ്യൻ. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യോടെ പിടിച്ചതാണ്, അകത്ത് പോകും. എങ്ങനെ പോയിരുന്നാലും 10-60 ദിവസം അകത്ത് കിടന്ന് വഴക്കട്ട നിന്നിട്ടേ പുറത്ത് വരൂ. ആ വരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ചാർജ് ഷീറ്റും കൊടുക്കും. അതുകൊണ്ട് അതിന് ഈ അടുത്ത സമയത്തെങ്കിലും പുറത്ത് വരാത്ത രീതിയിൽ ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. കാസർഗോഡിന്റെ ചിത്രത. ഇനി ഇതെന്താണെന്ന് കാസർഗോഡിലെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. സ്വയം ചെന്ന് കുഴി ചാടുന്ന ഈ ഏർപ്പാട് കാസർഗോഡിലെ ചെറുപ്പക്കാർ